തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക നാളെ വരെ സമർപ്പിക്കാം. നാളെ വൈകിട്ട് 3 മണിവരെ ഈ വരണാധികാരികൾക്ക് മുൻപാകെ പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ടാകും. മറ്റന്നാളാണ് ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാനും അവസരമുണ്ടാകും. അർജുൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. പ്രചാരണ രംഗമൊക്കെ ചൂട് പിടിച്ചു കഴിഞ്ഞു. എല്ലായിടത്തും പരസ്യ പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ സജീവമാണ്. നേതാക്കളൊക്കെയും ഓരോ സ്ഥാനാർത്ഥികൾക്കും വോട്ട് തേടി നേതാക്കളൊക്കെയും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 18 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ജനവിധി എഴുതാനായിട്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്കുള്ള അവസാന തീയതിയിലേക്ക് വരെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് ചൂട്, അർജുൻ? സേതു, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് കേരളത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവമാക്കണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അതിന്റെ തീയതി നാളെ അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവസാന ദിവസമായിട്ടുള്ള നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വ്യാഴാഴ്ച വരെയാണത് പിൻവലിക്കാനുള്ള തീയതി. ആ തീയതിയോടുകൂടി സംസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുകയും ചെയ്യും. സേതു പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 2 ആഴ്ചക്കാലമാണ് ഇനി സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള ദിവസങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് സജീവമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്. ഇടതുപക്ഷത്തിനാണ് ഇത് 3ാം വട്ടവും അധികാരത്തിലെത്തുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം സജീവമായിട്ട് ഉള്ളത്. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുകയാണ്. നാളെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പത്തനംതിട്ടയിൽ തുടക്കമാകും. എല്ലാ ജില്ലയിലും 4 വീതം പരിപാടികൾ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. മറുവശത്ത് പ്രതിപക്ഷം ഇത്തവണ ജീവൻ മരണ പോരാട്ടത്തിനാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആ തരത്തിലുള്ള ഫലം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. BJPയും ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് കേരളം. 5 സീറ്റുകൾ അവർ ഏറെക്കുറെ ഇത്തവണ കേരളത്തിൽ നേടുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം ഈ 5ഇടത്ത് പ്രതീക്ഷ വയ്ക്കുന്നു BJP. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും സജീവമാണ് കേരളത്തിൽ.